എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈശോയുടെ നല്ല കൂട്ടുകാരെ, സുഖമാണോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ എത്രമാത്രം ഇഷ്ടം? ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ആരോടെങ്കിലും നിങ്ങളുടെ പപ്പയും മമ്മിയെ കുറിച്ച് കംപ്ലൈൻസ് പറയാറുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? സിസ്റ്ററിനെ നിങ്ങൾ നല്ല പിള്ളേരായതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയാറില്ല. എന്നാലും നിങ്ങളുടെ സ്കൂളിലോ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവക്കത്തിലോ നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പോൾ അവരുടെ പപ്പയും മമ്മിയെ കുറിച്ച് നിങ്ങളോടൊന്നും പറയാറില്ലേ? അവർക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വന്ന് നിങ്ങളോട് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ പപ്പയും മമ്മിയുമായിട്ട്, അതായത് നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് നമുക്കൊന്ന് പഠിക്കാം. ഇനി അതിനു മുമ്പ് നമുക്കൊരു ചെറിയ കളി കളിച്ചാലോ? റെഡിയാണോ? ഓക്കെ. ദൈവം നമുക്ക് എന്തെല്ലാം കഴിവുകളാണ് തന്നിരിക്കുന്നത് അല്ലേ? ആ കഴിവുകൾ ഏതെല്ലാമാണെന്ന് ഒരു ഗെയിമിലൂടെ കണ്ടെത്തിയാലോ? എന്താ, റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു ഗ്രൂപ്പ് ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ സിസ്റ്ററിന് 3 ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ 3 പേരായിട്ട് വേണം. അപ്പോൾ പെട്ടെന്ന് 9 പേര് പെട്ടെന്ന് വന്നേ ഗെയിം കളിക്കാനുള്ളവർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഗെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ ഓരോ കളർ പേപ്പർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ നിങ്ങൾക്ക് 2 മിനിറ്റ് തരും. ഫൈൻ, 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ പേപ്പർ കൊണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. കീരുവോ കീരാതിരിക്കുകയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം തന്നിരിക്കണം കേട്ടോ. അപ്പോൾ സിസ്റ്റർ റൂൾസ്, വേറെ ഒരു റൂളും ഇല്ല. പക്ഷേ ഇതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ 1 2 3 സ്റ്റാർട്ട്. രണ്ട് ഗ്രൂപ്പ് കഴിഞ്ഞു, ഇനി ഒരു ഗ്രൂപ്പും കൂടിയേ ഉള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ, ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞില്ലേ? ഇനി നിങ്ങളെല്ലാവരും ഈ സൈഡിലേക്ക് ഒന്ന് നിന്നേ. ആദ്യത്തെ ഗ്രൂപ്പ് ആരാ? ഓക്കെ, പറഞ്ഞു. നിങ്ങൾ എന്താ ഉണ്ടാക്കിയെന്ന് പറയോ? ഒന്ന് കാണിക്കുമോ? അത് എന്താ ഉണ്ടാക്കി നിങ്ങൾ? ഉറക്കെ പറഞ്ഞ്. കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്തായിരുന്നു? കാർ ഉണ്ടാക്കി. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കൈയടി കൊടുത്തേ. ഞങ്ങൾ 2 സാധനം ഉണ്ടാക്കി, ഒന്ന് തൊപ്പിയും ഒന്ന് തോണിയും. തോണി. ഓക്കെ, അവർ തോണി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു തൊപ്പിയും കൂടി അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു കൈയടി കൊടുത്തേ. നിങ്ങൾ എന്നെ ഉണ്ടാക്കി മക്കളെ? ഞങ്ങൾ ഒരു ബോട്ട് ഉണ്ടാക്കി, പിന്നെ ഒരു മയിലും ഉണ്ടാക്കി. ഓക്കെ, അവർ ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? മയിലും കൂടി ഉണ്ടാക്കിയത്. അപ്പം 3 ഗ്രൂപ്പിൽ നല്ലൊരു കൈയടി കൊടുത്തേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ കളിയിലൂടെ എന്താ മനസ്സിലായേ? ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇതുണ്ടാക്കാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് എന്നാ തോന്നിയ കളി കളിച്ചപ്പം? പറഞ്ഞു, എന്താ തോന്നിയത്? ഇത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാത്രം ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എന്താ തോന്നിയേ? നല്ല പേടിയുണ്ടായിരുന്നു. ഈ തോണി ഉണ്ടാക്കിയപ്പോൾ അത് ടെൻഷൻ പിടിച്ചുണ്ടാക്കിയപ്പോൾ അതിൻ്റെ പകുതിയും പറഞ്ഞു പോയി. ഓക്കെ, ഫൈൻ. എന്തായാലും ഇവർ കുറേ ടെൻഷനൊക്കെ പിടിച്ച് ചെയ്തു. ഒന്നുകൂടി നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക്. പോയിരുന്നു. അപ്പം നിങ്ങൾ കണ്ടു അല്ലേ? ഒരു ഗ്രൂപ്പുകാർ, ഇവർ 3 പേരുണ്ടായിരുന്നു. ചെറിയൊരു സംഭവം ഉണ്ടാക്കാനാണ് ഇവരോട് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ അവർക്ക് അവസാന നിമിഷം വരെ ഒന്നും ചെയ്യാൻ കിട്ടുന്നില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധം. എപ്പോഴും നമ്മളും മാതാപിതാക്കളായിരിക്കും. പലരും പറഞ്ഞല്ല നമ്മുടെ പപ്പയും മമ്മിയെ സ്നേഹിക്കേണ്ടത്. നമ്മൾ നമ്മുടെ പപ്പയും മമ്മിയും അവരായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. അല്ല മറ്റുള്ളവർ പറയുന്ന പോലെ അല്ല നമ്മുടെ പപ്പയും മമ്മിയും നമ്മൾ നോക്കേണ്ടത്. എന്താ ജോസ്മിൻ നിനക്ക് പറ്റിയത്? നാളെ എൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ആണ്. എൻ്റെ കൂട്ടുകാരുടെ എല്ലാം പേരൻസ് വരും. അതിനെന്താ, നിന്റെ പേരൻസും വരില്ലേ? അതാ പ്രശ്നം. അവരധികം പഠിച്ചിട്ടില്ല, ഇംഗ്ലീഷും അറിയില്ല, ആകെ നാണക്കേടാകുന്നു. അങ്ങനെയല്ല, മാതാപിതാക്കൾ ദൈവം തന്ന സമ്മാനമാണ്. അവരുടെ കുറവുകളോടും കഴിവുകളോടും കൂടെ അവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. നിനക്ക് മനസ്സിലായോ?
ദൈവം സമ്മാനമായി തന്ന മാതാപിതാക്കളെ പലപ്പോഴും നമുക്ക് സ്നേഹിക്കാൻ പറ്റാതെ വരാറുണ്ട്. ഇതിന്റെ കാരണം അവരുടെ മൂല്യം നാം മനസ്സിലാക്കാത്തതാണ്. മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്നും അംഗീകരിക്കണമെന്നും സിസ്റ്ററോട് നമുക്ക് ചോദിക്കാം. വരൂ. ഇപ്പോൾ നമ്മൾ ഗെയിമുകളിലൂടെ പപ്പയും മമ്മിയും എങ്ങനെ ബഹുമാനിക്കണമെന്ന് ചെറിയൊരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇനി നമ്മൾ കുറച്ച് നിമിഷത്തിൽ നമ്മുടെ ഒപ്പം ട്രീസ എന്നൊരു ചേച്ചി നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്. ചേച്ചിയുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നിങ്ങളോട് പറയും. അതിലൂടെ ചേച്ചിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും കൂടി നിങ്ങളായിട്ട് ഇന്ന് പങ്കുവെക്കാം. നമുക്ക് ട്രീസ ചേച്ചിയെ വിളിച്ചാലോ? ട്രീസ വരൂ. നല്ലൊരു കയ്യടി കൊടുത്തേ. അപ്പോൾ ഇന്ന് നമുക്ക് ട്രീസ ചേച്ചി ജീവിതത്തിൽ പപ്പയും മമ്മിയായിട്ടുണ്ടായിരുന്ന ആ ബന്ധത്തെക്കുറിച്ചും അതിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കും. എൻ്റെ പേര് ട്രീസ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ചിറ്റാട്ടുകര ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ SSLC കഴിഞ്ഞു. ഇപ്പോൾ ഞാനൊരു കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാരൻസുമായി റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്താം. എൻ്റെ വീട്ടിൽ പപ്പയുണ്ട്. മമ്മി കഴിഞ്ഞ ഡിസംബർ 25 സ്വർഗത്തിലേക്ക് പോയി. പിന്നെ എൻ്റെ വീട്ടിൽ 8 മക്കളാണുള്ളത്. ഞാൻ രണ്ടാമത്തെ ആളാണ്. പിന്നെ നിങ്ങളെ പോലെയുള്ള ചെറിയ പിള്ളേർ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ പാരൻസുമായി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലൊരു റിലേഷൻഷിപ്പാണ്. എന്നുവെച്ചാൽ പാരൻസ് പറയുന്നത് അതേപടി അനുസരിക്കാൻ നമുക്ക് ദൈവം കൃപ തന്നിരുന്നു. അതേപടി അനുസരിക്കുമ്പോൾ എനിക്ക് അപ്പോൾ പാരൻസ് നമ്മളോട് പറയുമ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പപ്പ ഒന്ന് പറയും, മോൾ അതൊന്ന് ചെയ്ത് തരാൻ പറയും. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കില്ല, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് മാറി വേറൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് ഇല്ലേ? ആ വിഷമം ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ തരത്തല പറയാറുണ്ട്. അത് പറയുമ്പോൾ അവർക്ക് ഒത്തിരി വിഷമമുണ്ടാവുന്നു മനസ്സിൽ. അത് പിന്നീട് അവർ നമ്മളോട് പേഴ്സണലായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അത് പറഞ്ഞു തരുമ്പോൾ അത് കേട്ട് അത് തിരുത്തി അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ 8 മക്കളും ഒരുമിച്ച് ഒരേ കൂട്ടായ്മയായിട്ടാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ പാരൻസിനെ അനുസരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈഗോനെ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാരൻസിനെ അനുസരിക്കുമ്പോൾ അവർ പറയണത് കേൾക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗമാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകണം. നമ്മുടെ യാത്രയിൽ ഏറ്റവും എളുപ്പത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തിൽ ഏറ്റവും എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ് മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത്. പെട്ടെന്ന് നിങ്ങൾക്ക് കൃപകൾ കിട്ടും, അനുഗ്രഹങ്ങൾ കിട്ടും, ടെൻഷനില്ലാതെ മുന്നേറാൻ സാധിക്കും. അതൊത്തിരി വലിയ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ ഈഗോനെ താഴ്ത്തുമ്പോൾ നമ്മൾ പാരൻസായിട്ട് ഒത്തിരി അടുക്കും. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ പഠിക്കുകയായിരിക്കുമ്പോൾ നമ്മുടെ പാരൻസ് ബ്ലൈൻഡ് ഒബീഡിയൻസ് എന്ന് പറയും. നമ്മൾ അത് പറഞ്ഞത് അതേപടി അനുസരിക്കുക. അത് നമ്മുടേതായ ഇഷ്ടങ്ങൾ ഇല്ലാണ്ടാക്കി പാരൻസ് നമ്മൾ സ്വീകരിക്കുക. പിന്നെ വേറൊരു നമ്മുടെ ഇടയിൽ കുഴപ്പമുള്ളത് കമ്പയർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഇല്ലേ? നമുക്ക് പാരൻസ് നമ്മളായിട്ട് കമ്പയർ ചെയ്യുക. നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട്, അയ്യോ അപ്പോഴത്തെ അയൽവക്കത്തെ സീമയുടെ പാരൻസ് ആണെങ്കിൽ അവൾ ആ ഫീസ്റ്റിന് വിട്ടു, എന്നെ വിട്ടില്ല. അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് എനിക്ക് പോകണം, എന്നെ വിട്ടില്ല. അങ്ങനെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അവളുടെ പാരൻസ് എന്താ ഇങ്ങനെ, എൻ്റെ പാരൻസ് എന്താ ഇങ്ങനെ ആയിപ്പോയേ, അങ്ങനെ പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അതൊത്തിരി നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അപ്പോൾ നമ്മൾ പാരൻസിനേക്കാളും അധികമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, ഈശോ ഉണ്ട്, ദൈവമുണ്ട്. അപ്പോൾ ദൈവത്തിന് ഓരോ കുട്ടിയെക്കുറിച്ചും ഓരോ പദ്ധതിയുണ്ട്. ഇപ്പം എന്നെക്കുറിച്ചുള്ള പദ്ധതിയാണ് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന ഒരു ദാനമാണ്. അതെനിക്ക് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി സ്പെഷ്യലായിട്ട് തന്ന ഒരു ദാനം. അത് എനിക്ക് മാത്രമുള്ളതാണ്. അത് എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ട് അതൊക്കെ പരിഹരിച്ച് ദൈവം എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. അതെനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ അടുത്ത് ഞാൻ കോഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ അച്ഛന്മാരും സിസ്റ്റർമാരും നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മളോട് പറയും. നമ്മൾ പാരൻസ് പറയുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല അല്ലേ? സത്യം. പക്ഷെ നമ്മൾ വേറെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഒത്തിരി ഒതുങ്ങി
ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. അതേപ്പറ്റി പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതെല്ലാ കാര്യങ്ങളും നമ്മുടെ പപ്പ അല്ലെങ്കിൽ മമ്മി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും നിമിഷങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതേ ആശയങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ പാരൻസ് നമുക്ക് തരുന്ന ഓരോ നിർദ്ദേശങ്ങളും ദൈവം എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തരുന്നതാണ്. അത് നമ്മൾ കേട്ടാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പറ്റും. അപ്പോൾ കമ്പയർ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഈ പ്രായത്തിൽ എനിക്കും ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അതുകൊണ്ട് ഇപ്പോൾ ഒരു വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ എനിക്ക് പള്ളിയിൽ പോകാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു, കുർബാനയ്ക്ക് പോകാൻ. അത് ഞങ്ങൾ എല്ലാ ദിവസവും പോകാൻ ഞങ്ങളോട് പറയും. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ചെറുപ്പത്തിൽ. അപ്പോൾ ഞങ്ങളോട് പള്ളിയിൽ പോകാൻ പറയും. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് കുർബാന. അപ്പോൾ നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഞങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മടി പിടിക്കും. ചില സമയത്ത് നമ്മൾ മടി പിടിച്ച് ഇല്ല എനിക്ക് പോകണ്ട അങ്ങനെ വെറുതെ പറഞ്ഞ് സമയം കളയ്ക്കും. 6 മണിയായി പിന്നെ കുർബാനയ്ക്ക് ലേറ്റായി പിന്നെ നമ്മൾ വിടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലേറ്റാക്കി അങ്ങനെ സമയം പറ്റിക്കാൻ നോക്കും. പക്ഷെ അത് പിന്നീട് നമ്മളെ തന്നെയാണ് പറ്റിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യുമെന്ന് അറിയാം എൻ്റെ പാരൻസ്, സമയം ലേറ്റ് ആയപ്പോഴും ചുമ്മാ പള്ളിയിൽ പോയി വരാൻ പറയും. അപ്പോൾ നമ്മളെല്ലാവരും വെച്ച് നാണം കെട്ടിട്ട് ചുമ്മാ പള്ളിയിൽ പോയി അവിടെ കുരിശടിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസങ്ങളിലും പോയി ശീലമായിപ്പോൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. അങ്ങനെ അറിയാൻ പറ്റിയപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങി. സ്നേഹത്തിലേക്ക് ഇപ്പോൾ എനിക്ക് കുർബാന ഇല്ലാണ്ടൊരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ പാരൻസ് പറയുന്ന ഓരോ കാര്യം അന്ന് അനുസരിക്കുന്നുണ്ടെങ്കിൽ ഇത്ര വലിയ ദിവ്യകാരുണ്യത്തിലൂടെ സ്നേഹം ഇപ്പോൾ അധികം പിള്ളേരിൽ കുറവാണ്. ഞാൻ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുള്ളത് വീടുകളിലൊക്കെ കുറവാണ് ഈ ദിവ്യകാരുണ്യ സ്നേഹം. അത്രയ്ക്കും തലത്തിലെത്തിയെങ്കിൽ അന്ന് ഞാൻ അനുസരിച്ച് വന്നെങ്കിൽ എത്ര ചെറിയ കാര്യം പോലും അനുസരിച്ച് വരികയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും അല്ലേ? അപ്പോൾ കമ്പയർ ചെയ്യുന്ന പരിപാടി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ പാരൻസ് ഒരിക്കലും വേറൊരാളുടെ പാരൻസിനെ പോലെ അല്ല. എപ്പോഴും നമ്മുടെ പാരൻസ് വ്യത്യസ്തരായിരിക്കും. അത് നമുക്ക് വേണ്ടി മാത്രമുള്ള പാരൻസ് ആയിരിക്കും. നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്താലോ? താങ്ക് യു ട്രീസ. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായ? ട്രീസ ചേച്ചി അനുഭവം പങ്കുവെച്ചു. നിങ്ങൾക്ക് അതിലൂടെ എന്നാ മനസ്സിലായേ? നമ്മുടെ പേരൻസിനെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ പേരൻസിനെ നമ്മൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അല്ലേ? നമ്മുടെ 10 കൽപ്പനയിൽ 4ാമത്തെ കൽപ്പന ഏതാ? മാതാപിതാക്കളെ ബഹുമാനിക്കണം അല്ലേ? ഈ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് മാത്രം ചെയ്യുന്നതാണോ ബഹുമാനിക്കുന്നത്? അല്ല. നമ്മൾ അവരെ വേറെ പല രീതിയിൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ കഴിവുകളെയും എല്ലാം നമ്മൾ അവരെ അംഗീകരിച്ച് നമ്മൾ അവരെ ബഹുമാനിക്കാൻ അല്ലേ? ഒരു പക്ഷേ ചിലവരുടെ പപ്പയ്ക്കും മമ്മിക്കും ഇംഗ്ലീഷ് അറിയത്തില്ലായിരിക്കും, ചിലവരുടെ പപ്പയ്ക്കും മമ്മിക്ക് വലിയ കഴിവുകളൊന്നും ഇല്ലായിരിക്കും, ഡാൻസ് കളിക്കാൻ അറിയത്തില്ലായിരിക്കും, പാട്ട് പാടാൻ അറിയത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ പപ്പയും മമ്മിയും പള്ളിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അവർ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാവരുടെ പേരൻസ് വ്യത്യസ്തരാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കി നമ്മുടെ മാതാപിതാക്കളെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നതാണോ ചെയ്യുന്നത് അവിടെ? അല്ല. നമ്മൾ ബഹുമാനിക്കുന്നത്, നമ്മൾ ഒരാളെ ബഹുമാനിക്കുമ്പോൾ ആളായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്വീകരിക്കാനാണ് നമ്മളെപ്പോഴും പഠിക്കേണ്ടത് അല്ലേ? നമ്മളിനി ഈശോയുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ അല്ലേ, ഈ 12ാം വയസ്സിൽ ഈശോയ്ക്ക് എന്താ സംഭവിച്ചേ? ഈശോയെ കാണാതായി അല്ലേ? ഈശോയെ കാണാതായി. ഇപ്പം ആരാ ഈശോയെ തപ്പിപ്പോയത്? യോസേപ്പിതാവും മാതാവും തപ്പിപ്പോയി. ഇനി അവിടെ ചെന്നിട്ട് മാതാവ് പറഞ്ഞു, മാതാവിന് വിഷമായി, യോസേപ്പിതാവിന് വിഷമായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈശോയോട് പറഞ്ഞു. അന്നേരം ഈശോ പറഞ്ഞോ ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ഇവിടെ നിൽക്കുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞോ? ഇല്ല. ഈശോ എന്താ ചെയ്തേ? അവരുടെ കൂടെ പോയി. യോസേപ്പിതാവിൻ്റെ കൂടെയും മാതാവിൻ്റെ കൂടെയും തിരിച്ചു പോയി അല്ലേ? തിരിച്ചു പോയി അവരുടെ കൂടെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അപ്പോൾ അവിടെ ഈശോ ദൈവപുത്രനായിരുന്നിട്ടും ഈശോ അനുസരണക്കേട് കാണിച്ചോ? ഇല്ല. അവരെ ബഹുമാനിച്ചു അല്ലേ? മാതാവിനെയും യോസേപ്പിതാവിനെയും വേണ്ട വിധത്തിൽ ഈശോ ബഹുമാനിച്ചു. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈശോ ദാനമായി തന്ന നമ്മുടെ പപ്പയെയും മമ്മയെയും ബഹുമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു കടപ്പാടുണ്ട് അല്ലേ? അവരായിരിക്കുന്ന രീതിയിൽ.
ഇനി സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ സിസ്റ്ററിൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു ചെറിയ അനുഭവം പങ്കുവയ്ക്കാം. സിസ്റ്ററിൻ്റെ വീട് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ബാംഗ്ലൂരിലെന്ന് പറയുമ്പോൾ ഇവിടുത്തെ വീട് പോലെ വലിയ പറമ്പും സ്ഥലവും ഒന്നും കാണില്ല, വീടുകളെല്ലാം അടുത്തടുത്തായിരിക്കുന്നത്. അപ്പോൾ സിസ്റ്ററിൻ്റെ കൂട്ടുകാരിയുടെ പേരും ആശയാണ്. അപ്പോൾ ഈ ആശ എന്നെക്കാളും ഒരു വയസ്സ് മൂത്തതായിരുന്നു. അപ്പോൾ ആശ ചേച്ചിയുടെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഈ ചേച്ചിയുടെ വീട് ഒരു കുഞ്ഞു വീടാണ്, വലിയ അങ്ങനെ വലിയ വീടോ അങ്ങനെ വലിയ ഒന്നുമില്ല, കാറോ അങ്ങനെ ഒന്നുമില്ല. അവർക്കൊരു ചെറിയ വീട്, ആകെ ഒരു റൂമും ഒരു അടുക്കളയും മാത്രമേ ഇവർക്കുള്ളൂ. അപ്പോൾ ഈ ചെറിയ റൂമിൽ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ അമ്മയുണ്ട്, പപ്പയുണ്ട്, വേറെ ആരുമില്ല, ഒറ്റ മോളേ ഉള്ളൂ. ഈ പപ്പയുടെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ പപ്പ എപ്പോഴും ഒരു കടുപ്പ് രോഗിയാണ്. ഓക്കെ, ഒരിക്കലും കട്ടിലിൽ നിന്ന് എണിക്കാൻ പറ്റിയല്ല, അല്ലേ, തളർന്ന് കിടക്കുക വർഷങ്ങളായിട്ട്. അതേ സമയത്ത് ഈ അമ്മ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തെ നോക്കി ഈ മോളെ പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ പപ്പയുടെ ഒരു പ്രത്യേകത ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നതിനും പപ്പയുടെ ആരോഗ്യസ്ഥിതിയെല്ലാം വഷളായിക്കൊണ്ടിരിക്കുക. അപ്പോൾ പപ്പയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, മാനസികമായിട്ടും തളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബഹളം ഉണ്ടാക്കും, വലിയ ബഹളമുണ്ട്, ബിക്കോസ് ആൾ ചിന്തിക്കുന്നില്ല, അല്ലേ. അപ്പോൾ ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി ആകെ മൊത്തം വീട്ടിലൊരു ബഹളം. അമ്മച്ചി, ദാറ്റ് ചേച്ചിയുടെ അമ്മയ്ക്കാണെങ്കിലും എപ്പോഴും ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ചേച്ചി അതേ സമയത്ത് സ്കൂളിൽ നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരെ അത്യാവശ്യം അമ്മയെ സഹായിക്കും, എന്നിട്ടിരുന്ന് പഠിക്കും, എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, അയൽവക്കത്തിലുള്ള ചേച്ചിയുടെ കൂട്ടുകാരും അവരൊക്കെ പറഞ്ഞു, മോളെ ഇനി ഇവിടെ ഇരുന്ന് പഠിക്കേണ്ട, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പഠിച്ചോ, രാത്രി ഉറങ്ങാറാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞെന്താണോ, ദൈവം എനിക്ക് തന്ന എൻ്റെ പപ്പയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, എൻ്റെ പപ്പയുടെ കൂടെ ഇരുന്ന് ഞാൻ പഠിക്കും. അപ്പോൾ എന്താ ഇവരങ്ങനെ പറയാൻ കാരണം എന്നാന്ന് പറഞ്ഞാൽ പപ്പ ബഹളം ഉണ്ടാക്കണം, അപ്പോൾ ചേച്ചിക്ക് ഡിസ്റ്റർബ് ആകണ്ട എന്ന് ഓർത്തുകൊണ്ടാണ് ഇവരങ്ങനെ പറഞ്ഞ്. എന്നിട്ടും ഈ ചേച്ചി എന്താ ചെയ്യുന്നത്, എൻ്റെ ദൈവം തന്ന എൻ്റെ അപ്പനാണ്, അല്ലേ, എൻ്റെ പപ്പയാണ്, ആ പപ്പയുടെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് തന്നെ ഞാൻ പഠിക്കൂ എന്ന് പറഞ്ഞ് ആ ചേച്ചി 10th 12th ക്ലാസ്സൊക്കെ, നമുക്കറിയാം 10th 12th എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ SSLC പബ്ലിക് എക്സാം ഒക്കെ എഴുതുന്ന സമയമാണ്, അല്ലേ, നമ്മൾ ഒത്തിരിയേറെ കോൺസെൻട്രേഷൻ, നമ്മൾ ഇന്നത്തെ കാലത്ത് മുറിക്കകത്ത് അടച്ചിരുന്നും ട്യൂഷനൊക്കെ പോയാണ് പഠിക്കുക. പക്ഷേ ഈ ചേച്ചി ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് പഠിച്ച് നല്ല ഉന്നത മാർക്കോടെ പാസ്സായി ഇന്ന് നല്ല മിടുക്കിയായിട്ട് ഒരു കുടുംബജീവിതം നയിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ആ ചേച്ചിക്ക് ദൈവം കൊടുത്ത ആ പപ്പയെ ആയിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തപ്പോൾ ചേച്ചിക്ക് ഒന്നും ഇല്ലാഞ്ഞിട്ടും ഇന്ന് ജീവിതത്തിൽ നല്ല സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ദൈവം ആവശ്യമുള്ള കാര്യങ്ങൾ സമയത്തിന് കൊടുത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് മക്കളെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ദൈവം ദാനമായി തന്ന നമ്മുടെ പപ്പയെയും മമ്മിയെയും ബഹുമാനിക്കാൻ നമ്മളെല്ലാവരും പഠിക്കുകയും കടപ്പാടുമുണ്ട് നമുക്ക്, അല്ലേ. നമ്മളായിരിക്കുന്ന ഒരിക്കലും നമ്മൾ മറ്റുള്ളവരായിട്ട് നമ്മുടെ പേരൻസിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇനി വീണ്ടും നമ്മൾ തിരുവചനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ, അല്ലേ, തോബിത്തിൻ്റെ പേരൻസിനെ പപ്പയും മമ്മിയെയും വേണ്ട രീതിയിലൊക്കെ ബഹുമാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചു, അല്ലേ. തോബിത്ത് നല്ലൊരു ഭാര്യയെ കിട്ടുന്നുണ്ട്, ജീവിതമെല്ലാം സന്തോഷമായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബൈബിളിലൂടെ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും മാതാപിതാക്കളെ അനുസരിക്കുന്നവർക്ക് എപ്പോഴും അനുഗ്രഹമാണ് ഉള്ളത്. എവിടെയെങ്കിലും നമ്മൾ തകർച്ച കാണുന്നുണ്ടോ? ഇല്ല, തകർച്ച കാണും. അപ്പോൾ വേണ്ട വിധത്തിൽ പപ്പയും മമ്മിയെയും ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും നമുക്ക് കഴിയണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയല്ലേ? ഇനി നിങ്ങൾ നിങ്ങളുടെ പപ്പയും മമ്മിയെ മറ്റവരുടെ പപ്പയും മമ്മിയായിട്ട് കമ്പയർ ചെയ്യുമോ? അവരെ തരം താഴ്ത്തി നോക്കുവോ? ഇല്ലേ. ഇനി ഒരു പ്രാവശ്യം പപ്പയും മമ്മിയും പറയാം, ഇനി മോളെ അത് ചെയ്യണ്ട, ഇല്ല അങ്ങോട്ട് പോകണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമോ, ഓ എൻ്റെ പപ്പയ്ക്കും മമ്മിക്ക് ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് നിങ്ങൾ പറയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനും ഈ ക്ലാസ്സിലൂടെ നമുക്ക് പരിശ്രമിക്കാം. ഇനി നിനക്ക് PTA മീറ്റിങ്ങിന് പേരൻസിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എനിക്ക് മനസ്സിലായി എൻ്റെ പപ്പയും മമ്മിയും എത്ര വിലയുള്ളവരാണെന്ന്. ഇത്രയും വലിയ സമ്മാനം തന്ന ദൈവത്തെ നമുക്ക് പാടി സ്തുതിച്ചാലോ? അപ്പം നല്ല ദൈവം നമുക്ക് തന്ന പപ്പയും മമ്മിയോർത്ത് നമുക്ക് നന്ദി പറയണ്ടേ? അപ്പം നമുക്ക് ഈശോ ഒന്ന് പാടി സ്തുതിച്ചാലോ? സിസ്റ്റർ പറഞ്ഞു തരുന്ന പാട്ട് നിങ്ങൾ ഏറ്റുപാടാം. ഓക്കെ, ദും 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 ഡോലറി ഡോലറി ദും 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 ഡോല അടിക്കേ ഒന്നുകൂടി ദും 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 ഡോലറി ഡോലറി ദും 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 ഡോല ദും 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 ഡോലറി ഡോലറി ദും 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 ഡോല. Dum 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 dolare dolare dum 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 dola.
സംസാരിക്കുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ്. വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് അവിടുത്തെ വചനങ്ങളാണ്. കുട്ടികളായ നിങ്ങളോടും നമ്മൾ ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്നത് ഈ വചനത്തിലൂടെയാണ്. വചനമായ ഈശോയെ നമ്മൾ കൂട്ടുപിടിച്ചാൽ, ബൈബിൾ നമ്മൾ തുറന്നു വെച്ചാൽ, ബൈബിളിലുള്ള ഓരോ വചനവും നമ്മൾ വായിച്ചാൽ ആ വചനം നമ്മളെ ശക്തിപ്പെടുത്തും.